കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ 24 മണിക്കൂറും പറയുന്ന കാര്യമാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷം, പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോൾ അവരെ രക്ഷിക്കാൻ ഞങ്ങളുണ്ടെന്ന് പലതവണ സൂചിപ്പിക്കും. അപ്പോൾ ഈ കേരളത്തിൽ നിന്നാണ് കാന്തപുരം നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തെ സംഖ്യയാക്കി പ്രഖ്യാപിക്കുമോ ഇടത് വലത് മുന്നണികൾ? ഇത് കേട്ട സമയത്ത് ഉടനെ ഇടതും വലതും ഞെട്ടി. അതുകൊണ്ട് ഇതിന് വിരുദ്ധമായിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അത് ശരിയല്ല എന്നും പറഞ്ഞിട്ട്. കാരണം അവരിപ്പം കൈ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് കിട്ടും എന്നും പറഞ്ഞിട്ട്. അദ്ദേഹം ഒരു ദീർഘയാത്ര നടത്തിയിരുന്നില്ലേ, മത്സരമായിരുന്നില്ലേ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും തമ്മിൽ. അതിനോടൊപ്പം വേദി പങ്കിടാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയില്ല എല്ലാ വിഭാഗക്കാരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ യാത്രയിൽ കിട്ടിയ റിപ്പോർട്ടിൻ്റെ കൊണ്ടുപോയിട്ടല്ലേ പ്രധാനമന്ത്രിയെ കാണാം. അപ്പോൾ ഇത് പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചത് വളരെ കുറച്ച് സമയമാണ്. സുരക്ഷാ ഉപദേഷ്ടാവ് കൂടി ഉണ്ടായിരുന്ന കൂടെ, അത് വേറൊരു പ്രത്യേകതയാണ്. നമ്മളത് ഒരു ഭാഗത്ത് നോക്കി കാണണം. കാന്തപുരം ഏതൊരു അടിസ്ഥാനത്തിലാണത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ടിട്ടാണ് പറഞ്ഞത്. സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന് കാന്തപുരം പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ന്യൂനപക്ഷങ്ങളായിട്ട് കണക്കാക്കുന്നത് മുസ്ലിങ്ങളെയാണല്ലോ. പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും മാത്രമല്ല, നാട്ടിൽ മുഴുവൻ നടന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, ക്രിസ്ത്യാനികളെ കുറിച്ച് ആദ്യം പറയുന്നില്ല എന്ന് പറഞ്ഞ് നടന്നത് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അതിന് ശിങ്കിടി പാടിക്കൊണ്ടാണ് ബാക്കിയുള്ളവർ മുഴുവൻ പിന്നാലെ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓരോ കോൺഗ്രസ്സുകാരനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രതിപക്ഷ നേതാവിനെ പ്രീതിപ്പെടുത്തിയാലേ ഇവർക്ക് പലതും നേടാൻ സാധിക്കുള്ളൂ. കൊടിക്കണ്ണ സുരേഷ് അടക്കമുള്ള ആൾക്കാർ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ആണ് ഇവിടുത്തെ ഭരണകക്ഷി, കേരളത്തിൻ്റെ ഭരണകക്ഷിയും കേരളത്തിൻ്റെ പ്രതിപക്ഷവും ഭാരതത്തിൻ്റെ പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരുന്ന പ്രചരണം. പക്ഷേ അതിനൊരു ആഘാതമേറ്റതുപോലെയാണ് കാന്തപുരത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. പക്ഷെ പൂർണ്ണമായി അത് വിശ്വസിക്കണോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം സത്യം. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിക്കാൻ വന്നാൽ, ധാരാളം ആൾക്കാർ വിദേശത്ത് ഇങ്ങോട്ട് വരാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അത്? ആ വിഭാഗത്തിനെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആരുടെ ആവശ്യമാണ്? അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ചിലരെ പരാജയപ്പെടുത്തേണ്ടതും ചിലരെ വിജയിപ്പിക്കേണ്ടതും കാന്തപുരത്തിൻ്റെ കൂടി ആവശ്യമായിരിക്കില്ലേ ഒരു പക്ഷേ? അദ്ദേഹത്തിന് ഉദ്ദേശശുദ്ധി ചെയ്യാൻ ചോദ്യം ചെയ്യല്ല, പക്ഷെ ഉദ്ദേശശുദ്ധി അതിലുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാന്തപുരമാണെങ്കിൽ ആരാണ് ശുദ്ധമായിട്ടുള്ളതാണ് പറഞ്ഞതെങ്കിൽ അംഗീകരിച്ചേ പറ്റും, സത്യസന്ധമായുള്ളതാണത്. ഇവിടെ സുരക്ഷ എന്താ അവർക്ക് നടപ്പാക്കാൻ സാധിക്കാത്തത്, നടത്താൻ സാധിക്കാത്തത്? രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങളല്ലാത്ത ഏത് കാര്യവും ഇവർക്ക് നടത്താലോ. ഇവരെ പൂർവികരെ ഇവിടുത്തെ ആൾക്കാരല്ലേ, ഭാരതീയരായിരുന്നില്ലേ, അവർ ഹിന്ദുക്കളായിരുന്നില്ലേ? ഒരു 3, 4, 5 തലമുറയ്ക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിന് ഈ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം, ഭീകരപ്രവർത്തനം, ഇതൊക്കെ ആരാ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ സിനിമ ഇറങ്ങുന്നതിന് അവരെന്തിനെ എതിർക്കണം? ലവ് ജിഹാദ് നടത്തിയെന്നുള്ള തെറ്റാണെന്ന് പറഞ്ഞാൽ അവരെന്തിനെ എതിർക്കണം? തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിനെതിരെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. സത്യസന്ധമായി ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് പോലും ഇവിടെ ഭയത്തോടു കൂടി ജീവിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്, രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവൂ. അത് പഴയതുപോലെ എല്ലാ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കാരണം രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് ഈ നാട് ഭരിക്കുന്നതൊരു സത്യമാണ്. അപ്പോൾ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം നിലനിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ രാഷ്ട്രം നിലനിൽക്കുക മാത്രമല്ല, രാഷ്ട്രത്തിനെ ലോക ഗുരുസ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന
ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് ഭാരതത്തിൻ്റെ എന്നുകൂടിയായിട്ടാണ് ചിന്തിക്കേണ്ടത് ഈ ആളുകൾ. അപ്പോൾ കാന്തപുരം ഏതടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞു എന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ സത്യസന്ധത, അവിടെയാണ് ഇതിന്റെ പ്രതിസന്ധി ഇരിക്കുന്നത്. കേരളത്തിലുടനീളം മൈക്ക് വെച്ച് പ്രസംഗിച്ചവർക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു കാന്തപുരം. അപ്പം ഒരു ആഘാതം, ഇടിവറ്റേറ്റതുപോലെയാണ് ഇപ്പം കാന്തപുരത്തിൻ്റെ പ്രസ്ഥാനം വന്നിരിക്കുന്നത്. ഇന്ന് ഭരണകക്ഷി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു ശരിയല്ല, കാന്തപുരം പറഞ്ഞ തെറ്റാണെന്നുള്ളത്. അപ്പം അതോറിറ്റിയായിട്ട് കാന്തപുരത്തിനല്ല അവർ എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ കാന്തപുരത്തിന്റെ വേദിയിലാണ് വെള്ളാപ്പള്ളിയെ വിമർശിക്കാനായി അതെ വി.ഡി. സതീശൻ തെരഞ്ഞെടുത്തത്. വി.ഡി. സതീശൻ അതാ പറഞ്ഞ രണ്ടു കൂട്ടർ മത്സരിക്കുകയായിരുന്നു. അതിൽ വി.ഡി. സതീശൻ വെള്ളാപ്പള്ളിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആ വേദിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ പരോക്ഷമായിട്ടൊന്നും തിരിച്ചൊരു വിമർശനം ഉണ്ടായിട്ടുമില്ല. പക്ഷെ ദില്ലിയിൽ പോയതിന് ശേഷമാണ് ആ കാര്യം റിപ്പോർട്ട് മുഴുവൻ നോക്കി പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചതിന് ശേഷം പുറത്തു വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ കൃത്യമായൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അത് കൃത്യമാണ്, അത് സത്യസന്ധമാണ്, പ്രസ്താവന സത്യസന്ധമാണ്. വേറെ ദുരുദ്ദേശം അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണ്. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം ആകാമല്ലോ. അപ്പം ആ നിലയ്ക്ക് സംഭവിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഭരണകൂടത്തിൻ്റെ രീതി അനുസരിച്ച് പോകും. അത് 100% സത്യമായിരിക്കും എന്നുള്ളത് നമ്മൾ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ ഒരു 10-15 വർഷമായല്ലോ കാണേണ്ടതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് വിറളി പിടിച്ചോടും പലരും. ഇനി വളരെ തുച്ഛമായുള്ള ദിവസമേ ഉള്ളൂ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്. അത് ബാധിക്കോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വർഗീയ ധ്രുവീകരണം, ഒരു മത ധ്രുവീകരണം രണ്ട് പാർട്ടികളും വലിയ രീതിയിൽ ലക്ഷ്യമിടുമ്പോഴാണ് ഈ പ്രസ്താവന വരുന്നത്. ഇത് കേരളത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? ഒരു കുറച്ചു പേരെങ്കിലും മാറി ചിന്തിപ്പിക്കും. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി, ഇവരെ ബന്ധപ്പെടാൻ വേണ്ടി, സത്യസന്ധമായുള്ള കാര്യം ആളുകൾ ഭയവിഹ്വലരായി ജീവിക്കുന്ന സാധാരണക്കാരുണ്ട്. അവർക്കിതൊന്നും അറിയില്ല. ഇന്നും മലപ്പുറത്ത് പോലത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നിച്ചു കൂടുന്ന സമയത്ത് അഹങ്കാരത്തോടുകൂടി വികാരത്തോടുകൂടി മുദ്രാവാക്യങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ ഭയമുള്ള ആൾക്കാരുണ്ട്. അവരെ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഈ സമയത്ത് അവരെ മുമ്പിൽ സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ രാഷ്ട്രസ്നേഹികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ തയ്യാറാകുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ആ നിലയ്ക്ക് പോകണം. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, പക്ഷേ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അവർ കൃത്യമായിട്ടുള്ള പഠനം കൊടുത്ത് ആ പഠനത്തിൻ്റെ യഥാർത്ഥ രൂപം ഇവരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കണം. ഇത്തരം ആൾക്കാരുടെ, സാധാരണക്കാരായുള്ള ന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ. ആ സമയത്ത് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ മാറ്റം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. ഇപ്പം കഴിഞ്ഞകാല അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാരതീയ ജനതാ പാർട്ടി പല സ്ഥലത്തും വിജയിച്ചു വന്ന സ്ഥലങ്ങളിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. അവിടുന്ന് എങ്ങനെ വോട്ട് നേടി വിജയിച്ചു? കേരളത്തിലല്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കി. അവർ അന്യരല്ല, ഈ നാട്ടിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കി. നാടിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്, ചിന്തിക്കേണ്ടവരാണ്, നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാക്കി. അപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലായി. അവർ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലേറ്റാനും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള പരിശ്രമത്തിൽ പങ്കാളികളാകാനും അവർ തയ്യാറായില്ലേ? കേരളത്തിലും ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൂടായുണ്ടോ? പക്ഷെ ഇന്നും പത്രങ്ങൾ പോലും വായിക്കാത്ത ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലണ്ടേ? അവരോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാകണ്ടേ? യഥാർത്ഥ സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആ വിഭാഗത്തിൽ പഠനമുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരണ്ടേ? എന്നാൽ സാധിക്കും, മാറ്റങ്ങൾ വരും അതിൻ്റെ പേരിൽ എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.